മുട്ടലൊന്നും ചില നേരം അതായത് അങ്ങനെയില്ല. മുൻകാലത്തുണ്ടായിരുന്നു. അല്ല, അത് കൂടാണ്ട് ആർക്കാം, നിങ്ങളിൽ ആർക്കാം. ചില നേരത്ത് മാത്രമേ, എപ്പോഴും അല്ല ഞാൻ പറഞ്ഞു. ചില നേരത്ത് ഒരു വീർപ്പ് മുട്ടൽ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഗതിയില്ലാണ്ട് വരാം. അങ്ങനെ പൂർണ്ണമാവണ്ടേ, ചോദ്യങ്ങൾ പൂർണ്ണമാവണ്ടല്ലേ അങ്ങനെ ആർക്കൊക്കെ ഉണ്ടാ. പിണിയാളർക്ക് ആർക്കായാലും മതി. അല്ലെങ്കിൽ ഇതിനകത്ത് നീരില്ലാണ്ട് വരാ ഒരുറക്കം കഴിയുമ്പോൾ, ഒരുറക്കം കഴിയുമ്പോൾ ഉറക്കില്ലായ്മ ഉണ്ടാവും. ആർക്കൊക്കെ ഉണ്ടാ. ഞാൻ പറഞ്ഞതിന്റെ കാര്യമുണ്ട്. ഒരുറക്കം കഴിഞ്ഞു പിന്നില്ല. എന്തെങ്കിലും ശബ്ദങ്ങളോ എന്തെങ്കിലും അനക്കം കേട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറക്കില്ല. അത് ചിലപ്പോൾ ഏത് സമയമൊന്നുമില്ല. അത്താഴം കഴിഞ്ഞ് നിദ്ര കൊണ്ട് പുലർക്കാലം ഒരു ഉറക്കത്തിൻ്റെ ഒരു കണക്കുണ്ട്, അതിൻ്റെ ഒരു ഗതിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുറിയാൻ പാടില്ല, മനസ്സിലായി. പിന്നെ മുറിഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഉണ്ടാവില്ല. അങ്ങനെ ആർക്കൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ചോദിക്കായിരുന്നു. അതല്ല, ഇതൊന്ന് ചോദിച്ചായിരുന്നു. അതെ, പുറത്താവുമ്പോൾ തല്ലാൻ പറ്റും, മനസ്സിലായില്ലേ. അകത്ത് കയറി തല്ലാൻ പറ്റില്ല, മനസ്സിലായ. അപ്പൊ പിന്നെ ചിലവരുടെ സമയം കാര്യം, അതായത് രൂപരേഖ പറഞ്ഞു കൊടുത്ത് തല്ലിക്കാം, മനസ്സിലായ. അതാണ് ഞാൻ നക്ഷത്രം അറിയുമെന്ന് വെച്ചത്. നക്ഷത്രം എന്നാ എളുപ്പം. നിന്റെ നക്ഷത്രം മിന്നനാചിനി അതിന്റെ ദശാസന്ധി നോക്കിയിട്ട് തല്ലാൻ നിന്നെ, അപ്പൊ വേഗം കിട്ടും. അല്ലെങ്കിൽ ഇത്തിരി കാലതാമസം വരും, മനസ്സിലായി. തല്ലിയാള് ഇവരുടെ ഉണ്ണിയാണെങ്കിലും ആ വെളുത്ത വസ്ത്രക്കാരൻ നല്ല ഉയരമുള്ളതും നല്ല ഘനഗംഭീരമുള്ള ഉണ്ണിയാണ്. അങ്ങനെ ഇതിനാണ് പ്രയോഗം. ചെമ്പോലത്തകടെ നടുവടുപ്പിലിട്ട് കത്തിക്കായിരുന്നു, മനസ്സിലായി. കത്തിക്കാൻ പിന്നെ ഉണ്ടാവില്ല. പിന്നെ പിതാവിന്റെ ആ ജപത്തിന്റെ ബലം, ജപത്തിന്റെ ബലം, മനസ്സിലായി. അപ്പൊ തമ്പുരാൻ ഈ നേരം വരെ കൈവിട്ടില്ല. ഉണ്ണിയുടെ കുലക്കാരനായ ആ തമ്പുരാൻ. പിന്നെ ആ മാതാവിന്റെ ഒരു ഭാഗം മുറിച്ചു കളയേണ്ട കാര്യം വന്നിട്ടുണ്ടായില്ല. അതെന്താ അങ്ങനെ വന്നു? അല്ല, എന്നാലും മുറിച്ച് മാറ്റേണ്ട ഒരു വിഷയത്തിലേക്ക് വന്നിട്ടില്ല. അതൊന്നും കൂടി അത് നല്ലൊരു ഔഷധക്കാരൻ്റെ ആസ്ഥാനത്ത് പോയി മുറിക്കാണ്ട് നിവൃത്തി സ്ഥാനം ഉണ്ടാക്കായിരുന്നു. അല്ല, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്, മനസ്സിലായി. നിന്റെ കൂടെ നിൽക്കണം, നീ മംഗല്യം കഴിച്ച 10 പേരറിയാൻ നിന്റെ തമ്പുരാനെ സാക്ഷി നിർത്തി നിനക്ക് കൈപിടിച്ചു നിന്ന ആ പെൺസന്താനത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നാൽ നിന്റെ സകല കാര്യങ്ങൾക്കും അത് പ്രായാധിക്കില്ല എന്ന് മനസ്സിലായി. 90 വയസ്സായാലും 55 വയസ്സായാലും, മനസ്സിലായ ഞാൻ പറയും. അപ്പോൾ ആ പിതാവിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ബലമായിരുന്നു മാതാവ്. മാതാവ് പോയോടുകൂടി വീണു. ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടല്ലോ ആ മാതാവ്. അതായത് പിതാവിന്റെ കൈപിടിച്ച് വരുന്ന കാലത്ത് എല്ലാവരും കൂടിയിട്ട് അപമാനിച്ചതിന് തുല്യമായിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ നിന്നൊക്കെ നിർണായകത്വം വഹിച്ച ആ മാതാവ് നിങ്ങളെ ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ പ്രവർത്തിച്ച് ചില ദിനങ്ങൾ രണ്ടുപേരും അന്നം കഴിക്കാൻ രണ്ടുപേരും കാലുണ്ടായിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ആര് വന്നാലും ഒരു നേരത്തെ അന്നം വിളമ്പി കൊടുക്കും ആ മാതാവ്. അത്ര നല്ല മാതാവായിരുന്നു. അതിനാണ് പണി വെച്ചത്. അപ്പൊ അത് ഞാൻ തീർപ്പുണ്ടാക്കി തിരക്ക് പറഞ്ഞു. ഒരു മധു, ഒരു കോടിയാള, ഒരു നെയ്യ്, ഒരു പിടിവെള്ളി ആ പിതാവിനെ ഒഴിഞ്ഞ്, അതുപോലെ തന്നെ ഈ ഭൂമി മലയാളത്തിൽ ഈ ദേശത്തുള്ളൊരു മണകാരണത്തുള്ളൊരു വേണ്ട, ഈ ദേശത്തുള്ളവർ സൂചിപ്പിച്ച് ഒഴിഞ്ഞു കൊണ്ടുവരാൻ പറയും. ഭവനത്തിൻ്റെ 4 ഭാഗത്ത് ഒരു നുള്ളുമണ്ണ് ഇങ്ങോട്ടും ഒരു നുള്ളുമണ്ണ് ചേരമാൻ്റെ ആസ്ഥാനത്ത് 5 ഒരു പിടി വെള്ളി ആ ഒഴിഞ്ഞത് എനിക്കും അവിടേക്കും തരണം. മനസ്സിലാവണ്ട? ഓരോരുത്തരുടെ പേരിലും ചെയ്തേക്കണം. അത് ഒഴിഞ്ഞു പോകുമ്പോൾ നിനക്ക് മനസ്സിലാകും.
വെക്കണം. പിന്നെ അടുത്തത് ഇവിടേക്ക് ഒരിക്കലും മണ്ണുകൊണ്ട് പിന്നെ നിങ്ങളെല്ലാവരും പോകാം. പിന്നെ അതുപോലെ തന്നെ ഒരിക്കലും നെയ്യ് ശരീരം ഇന്ന് കൊണ്ടണം എല്ലാവരും. പിന്നെ ഇല്ല, അവരുടെ വേണ്ട ഭവനത്തിലുള്ളുണ്ട്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ട്, നീ ആർക്കെങ്കിലും വെള്ളി വാങ്ങിക്കാനായിട്ട് വല്ല ഉടമ്പടി നിന്നിട്ടില്ല? വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടോ ഭവനത്തിൽ? അതായത് ആ ഉണ്ണി തന്നില്ലെങ്കിൽ ഞാൻ തരാം, അല്ലെങ്കിൽ ഏതെങ്കിലും രേഖകളിലോ ഒന്നാമനായിട്ടോ രണ്ടാമനായിട്ടോ ഇടനില നിൽക്കാം വെള്ളിക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും വെള്ളി കൊടുക്കുന്ന ആസ്ഥാനത്ത് അങ്ങനെ വല്ല ഉടമ്പടി ആരെങ്കിലും ചെയ്തിട്ടുണ്ട്? ഈ നാട്ടിലായാലും മണലാരണ്യത്തിലായാലും ഒന്ന് ചോദിച്ചേക്കണം കേട്ടോ. മനസ്സിലായില്ല? ആ ഉണ്ണി തന്നില്ലെങ്കിൽ ആ ഉണ്ണി കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല ഉടമ്പടി. മനസ്സിലായില്ല? ചില വലിയ വലിയ അധികാരികളുടെ ആസ്ഥാനത്ത് വെള്ളി തരുമ്പോൾ ഈ ഉണ്ണി തന്നില്ലെങ്കിൽ നീ കൊടുക്കാൻ സമ്മതമാണെന്നും പറഞ്ഞിട്ടാണ് നീ എഴുതി ഒപ്പ് വെച്ച് കൊടുക്കണേ. അതൊന്ന് ചോദിച്ചോളൂ. ഇതാ എല്ലാവരുടെ ചിത്രം കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. എന്താ 2000 ചെലവ് വരും. 32,000 ചെലവ് വരും. ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും. ഗ്രാഹം 11 കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ വെള്ളി കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ തീർപ്പായിട്ടില്ല. ഓക്കെ, ആ ഉണ്ണി സന്താനത്തിൻ്റെ ഭവനത്തിന് വല്ല കണക്കിൽ പിഴവുണ്ടോന്നുണ്ട്. 10 വെള്ളി നീ എവിടേക്കാണെന്ന് വെച്ചാൽ 15 വെള്ളിക്ക് നിനക്ക് ചിലവുണ്ടാവും. മനസ്സിലായില്ല? നീ ഇന്ന് 10 വെള്ളി നിന്റെ ഇല്ലത്തേക്ക് കൊണ്ടുവന്നാലേ അടുത്തതിനും അത് 15 വെള്ളിയായിട്ട് ഇറങ്ങി പോവാ. വീണിട്ടുണ്ട് അവിടെ ആരെങ്കിലും? നിന്റെ പണിയാളരോ നീയോ അല്ലെങ്കിൽ ആരെങ്കിലും വീണിട്ടുണ്ട് ആ ഭവനത്തിൽ? അപ്പൊ നീ ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യുക? അതിന്റെ കണക്ക് തീർക്കാൻ 3 കിടപ്പ് മുറിയാ. കണക്കിൽ 3, നീ ഒന്നും കൂടി കൂട്ടിയെടുത്തു. മനസ്സിലായില്ലേ? നമ്പർ തച്ചൻ വരച്ച കണക്ക് കൊടുത്തത് 3 കിടപ്പ് മുറിക്ക. ഇങ്ങേരത് ഒന്നും കൂടി കൂട്ടിയെടുത്തു. മനസ്സിലായില്ല? ഇതേ തയ്ക്കുന്ന ഉണ്ണി നല്ല അളവിലും അതിൻ്റെതായ ഭംഗിയിൽ നിനക്ക് തയ്ച്ചു തന്നു. മനസ്സിലായില്ല? നീ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിൻ്റെ കണക്കാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ഭാഗം നീ നീളം കൂട്ടി, അപ്പം കാണാൻ ചന്തം ഉണ്ടാവോ? നീ അത് ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാ ഉണ്ണികളൊന്നും നോക്കി നിന്നെ പരിഹസിക്കോ? കാണാൻ ചന്തം ഉണ്ടാവോ? ഇല്ലില്ല. അത് തന്നെയാണ് നിന്റെ ഗ്രഹത്തിന് സംഭവിക്കും. അന്നം പാചകം ചെയ്താൽ കേടുവരാം, കലഹണ്ടാവാം കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക്. അതല്ലേ 3 കിടപ്പ് മുറിക്ക് എടുത്തിട്ട് ഉണ്ണി 4 ആക്കി. എന്നാൽ ഒന്നിനും മുകളിൽ ഒന്നും എടുക്കണേ കുഴപ്പമില്ല. മനസ്സിലായില്ല? തറപ്പൊക്കത്തിന് എന്തെടുത്താലും അത് കണക്ക് തന്നെയാണ്. അതുകൂടാണ്ട് അന്നം പാചകന്റെ മുറിയറയിൽ പൊട്ടലുണ്ട്. അഭിത്തിക്ക് വടക്ക് കിടക്കുമ്പോൾ അതെന്നെ പറഞ്ഞ പൊട്ടലുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെ അറിയാം, ഇതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്തെന്ന് വെച്ചിട്ട് നീ ഇത് വന്നത്? നീ എൻ്റെ അല്ല ഏത് ആൾക്കാരുടെ ഇല്ലത്ത് പോയാലും നടപടിയാവില്ല. മനസ്സിലാവണ്ട?
നിന്റെ ഗ്രഹം പഴച്ചാൽ, അതായത് നിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ബലമില്ലാണ്ടായി നിനക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഗ്രഹത്തിലെ കണക്കിന് പഴയ്ക്കാൻ പാടില്ല. അന്നം നേരാവണ്ണം ഭംഗിയായിട്ട് വെച്ച് കുറച്ചുള്ളൂ, അത് ഭംഗിയായിട്ട് വെച്ച് തരുന്ന ഇല്ലത്തിന് കേടുവന്നാൽ എല്ലാം പോയി ഉണ്ണേ. മനസ്സിലായി? എത്ര പേരുണ്ട് ഭവനത്തിൽ? അവരൊക്കെ നേരത്തെ പോയി. മനസ്സിലായില്ല? ഇതിനകത്ത് കിടന്നാലേ ശരിയാവില്ലെന്ന് തോന്നി. ആ അതന്നെ എല്ലാവർക്കും വേവലാതി വരുന്നു പറഞ്ഞിട്ട് സാരം മനസ്സിലായിരുന്നു. ആ നിനക്കല്ലേ പറ്റുള്ളൂ. നിനക്കേ പറ്റുള്ളൂ, നിന്റെ പേരിലല്ല അത്. മനസ്സിലായില്ലേ? നീ കൊണ്ടുപോകുന്ന വാഹനം, നിന്റെ കണക്കിലുള്ള വാഹനം ഏതെങ്കിലും ഒരു ഉണ്ണി കൊണ്ടുപോയിട്ട് അതിനെന്തെങ്കിലും ക്ഷതം സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഉണ്ണിയുടെ ശരീരത്തിൽ ഒന്ന് തട്ടുമുട്ട് വന്നാൽ ആരാ കൊണ്ടുപോവാ? നിന്നല്ലേ കൊണ്ടുപോകും. ആ വാഹനത്തിൻ്റെ മുഴുവൻ രൂപരേഖ നിൻ്റെല്ലേ. അതുപോലെ തന്നെ നിന്റെ ഭവനത്തിൻ്റെ രൂപരേഖ മുഴുക്കനും ഈ ഉണ്ണിയാ. അപ്പോൾ സമ്മാനം കിട്ടുന്നത് വാങ്ങിച്ചോ. മനസ്സിലായില്ല? വീടിൻ്റെ സ്ഥാനത്തുള്ള അതെങ്ങനെയാ വാങ്ങും? എല്ലാവർക്കും അറിയാം അതിൽ ഭവനത്തിൽ കണക്കിൽ പ്രയോഗമില്ല. പിന്നെ ആരെങ്കിലും വാങ്ങും? അല്ല, മനസ്സിലായില്ല. ഏതെങ്കിലും ഉണ്ണികൾ ആ വന്നുള്ള അനിഷ്ടങ്ങളും മുഴുക്കനും എടുത്തു വെക്കുമോ? ഇല്ല. അതുകൂടാണ്ട് ചുറ്റുവട്ടത്തെ ഏതെങ്കിലും ഉണ്ണി ചോദിച്ചിട്ടുണ്ടോ? മണ്ണു നിന്റെ കുലക്കാരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അതിനോട് ചേർത്തെടുക്കാന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊന്നുമില്ല. അവർ ചോദിച്ചിട്ടുണ്ട് മൊത്തം എനിക്ക് തന്നേക്കും. ചോദിച്ചിട്ടുണ്ടോന്നോ ചോദിച്ചു? അല്ല, അത് മനസ്സിലായില്ല. ഇതുകൂടി ചേർത്തിട്ട് ശരിയാവില്ല. അത് നല്ലൊരു രാശിഫലക്കാരൻ്റെ ആസ്ഥാനത്ത് പോയിട്ട് നോക്കിയിറങ്ങുന്നുണ്ട്. അപ്പം എന്തിനാ ഉണ്ണി അവിടെ വയ്യാവേലുണ്ടെന്നും പറഞ്ഞു അത് വലിച്ചു വെക്കേണ്ട കാര്യമില്ല. മനസ്സിലാകണ്ട? എൻ്റെ കൊലക്കാരെക്കാളും ഏറ്റവും കൂടുതൽ രാശിഫലക്കാരൻ്റെ ആസ്ഥാനത്ത് പോകുന്ന കൊലക്കാരില്ല. ഞാൻ കുലം ഗോത്രം പറഞ്ഞതല്ല ഉണ്ണി. അപ്പോൾ ഒന്നുകിൽ ഭവനം വിൽക്കാനുള്ള വഴി ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് തീർന്നു. ഏതോ നിനക്ക് വേണ്ടേ? എത്ര പേരുണ്ട് ഇപ്പോൾ ഭവനത്തിൽ? നിനക്ക് അവര് അല്ല, ഉണ്ണിയുടെ കൂടെ പറഞ്ഞ പെൺസന്താനം അങ്ങേരുടെ പുരുഷനും ഈ ഭവനത്തിൽ ഉണ്ണി അല്ലേ? നീ അല്ലെങ്കിൽ അവർക്ക് എഴുതി കൊടുത്തു. അപ്പൊ അത് നിനക്കുണ്ടാവില്ല. ഏതാ എളുപ്പം? അത് കിട്ടില്ല. മനസ്സിലായില്ല? അത് കിട്ടിയിട്ട് നീ കൊണ്ടുവരുന്നത് എവിടേക്കാ? അത് നിനക്ക് കിട്ടില്ല. ഇത് കണക്ക് തീർത്താ ഞാൻ വാങ്ങിച്ചു തരാം, അല്ലാണ്ട് കിട്ടില്ല. ഇവര് സമ്മതിക്കും. അല്ല, അതുകൊണ്ട് കാര്യം അല്ല, മനസ്സിലായില്ല? നിന്റെ പേരിലൊക്കെ ശരി. ഇത്രയും കാലം നീ കൂടെ പിടിച്ച് നിർത്തിയതല്ല അത്. ഞാൻ ചോദിച്ചതിൻ്റെ കാര്യം മനസ്സിലായി. നിന്റെ കൂടെ പിറന്ന പെൺസന്താനം, അതിൻ്റെ കെട്ടിടിപ്പിച്ച ആ ആൺസന്താനം, അതിൻ്റെ കുഞ്ഞുകുട്ടിപ്പേരും കൂടി ഈ ഭവനത്തിലല്ല തങ്ങി പാർക്കണേ. ഇത് വിറ്റുവില മാറിപ്പോയി അവരെവിടേക്ക് പോവാ? ഇതാകുമ്പോൾ ഇതൊന്നും കൊടുക്കണ്ടല്ല. കൊടുക്കണ ഇല്ല പറഞ്ഞ സമ്മതിച്ച അങ്ങനെയാണെങ്കിൽ ഞാൻ വരാം. ഇപ്പോൾ ഓരോരുത്തരുടെ പേരും 3 ആൺസന്താനം, പിന്നെ ഇയാളൊരു ഉണ്ണി മാത്രമേ ഉള്ളൂ. 5 പേരില്ലേ പറഞ്ഞു? 5 പേരുണ്ട്. ഉണ്ണിയുടെ ഭവനത്തിലെ കാര്യം പറഞ്ഞു. അല്ല, നിന്റെ ഭവനത്തിലാ പറയുന്നത്. അവരൊന്നും നോക്കണ്ട, നിന്റെ കാര്യമില്ല പറയുള്ളൂ. നിന്റെ പിണിയാളരും സന്താനങ്ങൾ 3 പറഞ്ഞു. ആ അപ്പം 5 പേരുടെ പേരില്ലേ അയ്യൻ്റെ കർമ്മം പ്രവർത്തിച്ച് അതിൻ്റെ ഒരു നുള്ളും മണ്ണ് കൊണ്ടുവരാൻ പറയും. ഇതാ വിറ്റുപരന്മാരുണ്ട്. അതായത് നിന്റെ കൂടെ പിറന്ന ആ പെൺസന്താനം തങ്ങി പാർക്കുന്ന ഇല്ലത്തിൻ്റെ മനസ്സിലാവണ്ട, അത് കൊണ്ടുവന്ന് അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതിൻ്റെ തിരുമുമ്പിൽ അല്ലെങ്കിൽ 4 ഭാഗത്ത് ഒരു നുള്ളു മണ്ണ് കൊണ്ടുപോരെ. അപ്പോൾ എല്ലാവരുടെ പേരെഴുതി വാങ്ങിച്ചോ. ആരുടെ? നിന്റെ നക്ഷത്രം അറിയോ നിനക്ക്?
ആരെങ്കിലും അറിയോ? നിന്റെ പിണിയാളരുടെ സന്താനങ്ങളെ അറിയോ? ആ സമയമൊന്നുമില്ല. അതിന് അടുത്തത് പറ. അടുത്തത് പുണർന്നം. അത് 2 നക്ഷത്രം നല്ലതാ. അവിട്ടത്തിന് ഇനി 2 മാസക്കാലം എങ്കിലും കഴിയുമ്പോഴും ശനിയൊന്നും മാറിക്കിട്ടും രാവിലെ ഈ ഭാഗത്തിൽ നമുക്ക് സ്വർണ്ണം പറയാം. നീ നിൽക്കാത്ത കാരണം നീ മണ്ണിലുണ്ട്. അത് നന്നായി. നീ നേരത്തെ വടിയെറിഞ്ഞ് മാറില്ലെന്ന് പറ. അതുകൊണ്ട് നീ മണ്ണിലുണ്ട്. ഇല്ലെങ്കിലേ ഏതെങ്കിലും ഭാഗം വടി ചെലവ് കിട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗം തളർന്ന് നീ അവിടെ കിടന്നാണ് ആ 4 കാൽപ്പീഠത്തിന്റെ മുകളിൽ. മനസ്സിലായോ? ഇതന്നെ വഴിയുള്ളൂ. നീ കർമ്മം പ്രവർത്തിച്ചു. ഞാനത് വിറ്റില്ല. അതിൻ്റെ ഒരു കടലാസിൻ്റെ ഒരു രൂപരേഖ കൊണ്ടുവരെ ഇന്ന ദേശത്ത് ഇന്ന ഭാഗത്ത് ഇത്ര പിടി മണ്ണ്. എത്ര പിടി മണ്ണുണ്ട് ഉണ്ണിയെ? അതല്ല, മൊത്തം കണക്ക് പറ. ആ 15 കുട്ടിക്കോ എത്ര കിട്ടും? അതൊന്നും നോക്കണ്ട. ഇല്ലെങ്കിൽ പിന്നെ നീ അതിന്റെ മുഴുവൻ രൂപരേഖകൾ കണക്ക് തീർത്ത ഭംഗി. അതിനെ പറ്റില്ല. നിങ്ങൾക്ക് എഴുതി കൊടുക്കുക, ചേട്ടൻ്റെ പേരിന് എഴുതി കൊടുക്കുക. അല്ലെങ്കിൽ അത് വിറ്റുകളെ അപ്പോൾ അത് വിറ്റുകളെ മനസ്സിലായില്ല. അങ്ങനെ എല്ലാവർക്കും അവകാശം തന്നെ നിനക്ക് എഴുതി തന്ന മുതൽ പിന്നെ എങ്ങനെ അവിടെ അവകാശം? നീ എന്താ ശരിക്കും പറയണേ? ഷെയറാണ് എല്ലാവരും. അതായത് ഇസ്ലാമിൽ എല്ലാവരും കൂടി പൈസ കൊടുത്ത് ആളുടെ പേരിൽ സ്ഥലമാണ്. ഈ ഉണ്ണി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അതാ ചോദിച്ചുള്ളൂ. നീ തരില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? നിന്റെ മനസ്സിന്റെ ഇഷ്ടം കൊണ്ട് അവർക്കും ഇത് വിറ്റ് വില മാറിക്കഴിഞ്ഞാൽ ഒരു വിഹിതം കൊടുക്കാം, അത്രയല്ലേ ഉള്ളൂ. നീ ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അവർക്കിനി ഏത് കറുത്ത അറ്റം പോയി കറുത്ത പത്രക്കാരൻ്റെ അറ്റം പോയാലും നിനക്ക് കൊടുക്കേണ്ടി വരില്ല. അല്ലേ? അല്ല അല്ല, അവർക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ 5 കർമ്മം പ്രവർത്തിച്ച് ഞാൻ നിന്റെ പെൺസന്താനത്തിന്റെ ഉന്നതങ്ങളുടെ പേര് പിന്നെ ഒരു മധു, ഒരു കോടിയാട, ഒരു പാത്രം നെയ്യ്, എല്ലാവരും ഒരു മധു, ഒരു കോടിയാട. ഇനി വരുമ്പോ എല്ലാവരും ഒഴിഞ്ഞൊരു പിടി വെള്ളി ഇടാ കൊണ്ടുവരാൻ പറയും. ഉണ്ണി എവിടുന്ന വരുന്നേ? അപ്പൊ അവിടെയാണോ? മമ്മറത്ത് ഇല്ല. ഒന്ന് പോകാൻ പറ്റുന്നവരല്ല. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവിടെ ചെയർമാൻ്റെ ആസ്ഥാനം കണ്ടിട്ട് പോക്കോ. അല്ലെങ്കിൽ ചെയർമാൻ അത് നല്ലത്. കേട്ടിട്ടുണ്ടോ നീ? ഇന്ന് കാണണ്ടേ? ആദ്യം ഭൂമി മലയാളത്തിൽ ആദ്യം ഉണ്ടായി നിന്റെ കൊലക്കാരൻ ഇല്ലമ്മത. അത് കഴിഞ്ഞിട്ടാണ് മമ്മറത്ത് അല്ലേ? അപ്പോൾ അതൊന്ന് കണ്ടിട്ട് പോരെ. ഇതാ അവിടെ അതിൻ്റെ പുറത്ത് ആസ്ഥാനത്തുനിന്ന് ഒരു 10 പട്ടം ചന്ദ്രക്കലയും കിട്ടും. അതൊന്നും ഒഴിഞ്ഞ് എല്ലാവരും സംരക്ഷിച്ച് അത് കബറ് മൂടാൻ അത്രയും വലുപ്പം വേണം. മനസ്സിലായില്ലേ? കബറുള്ള മമ്മർത്ത പോലെ. മനസ്സിലായില്ലേ? മമ്മർത്ത് നീ പോയിട്ടുണ്ടോ? അല്ല, മമ്മർത്ത് പോയിട്ടുണ്ട്. അവിടെ ഒരു കബറില്ലേ? കണ്ടിട്ടുണ്ടോ? നിന്റെ ഉയരത്തിൽ തന്നെ അതുപോലെ തന്നെ ഒരു കബറുള്ള ഇല്ലാന്ന്. അപ്പൊ അത് മൂടാൻ വേണ്ടിയിട്ടാ. മനസ്സിലായില്ലേ? നിര്യാണം വന്നൊരു പല്ലക്കൽ കൊണ്ടുപോകില്ലേ? അതുപോലെ ഒരു കബറാണ്. മനസ്സിലായി? നിനക്ക് മനസ്സിലാവുന്ന ഭാഷയില ഇവിടുത്തെ വചനം. അപ്പൊ ഒന്ന് തീർപ്പാക്കി കേട്ടാ. ഇവിടെ വന്നിട്ട് പോയാൽ മതി. ഇതാ നിന്റെ കർമ്മം പൂർത്തീകരിച്ച് മണ്ണവിടെ കൊടുക്കണം, പേര് നക്ഷത്രം അവിടെ കൊടുക്കണം.